ബിഗ് ബോസിലെ ഗുണ്ട ഗ്രൂപ്പിനെ ശരിക്കും പറഞ്ഞാൽ എതിർത്ത് നിൽക്കുന്നത് അവിടെ പട്ടാക്കേഴ്സ് എന്ന് പറയുന്ന നമ്മളുടെ അനുമോളും ആദിലയും അതുപോലെ നൂറയാണ്. വേറെ ഒരുപാട് കണ്ടസ്റ്റൻസ് ഉണ്ട്. സാബുമോൻ ഉണ്ട്, അനീഷ് ഉണ്ട്, പിന്നെ നമ്മുടെ എന്നും പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന എന്നും അടികൂടി കൊണ്ടിരുന്ന നമ്മുടെ ഷാനവാസ് ഉണ്ട്. പക്ഷെ ഷാനവാസ് ഭയങ്കരമായിട്ട് ഒതുങ്ങി. പക്ഷെ ഇപ്പം ശരിക്ക് ഗുണ്ടാഗിനെ ശരിക്ക് ഒതുക്കി കെട്ടി കൂട്ടിയിട്ടിരിക്കുന്നത് പട്ടാക്കേഴ്സാണ്. അവർ ഭക്ഷണം കഴിക്കില്ല, അവരൊരു പണിയെടുക്കില്ല, അതിനുള്ള ഒരുപാട് ട്രിക്കുകൾ അവർ ചെയ്തിട്ടുണ്ട്. ട്രിക്ക് എന്ന് പറയാൻ പറ്റില്ല, ശരിക്കും അങ്ങനെ തന്നെ ചെയ്യണം. കാരണം ഇവർ മര്യാദയ്ക്ക് അവർക്ക് വേണ്ടിയുള്ള ഭക്ഷണങ്ങളൊന്നും ഉണ്ടാക്കി കൊടുക്കുന്നില്ല, അവർക്ക് ഡിന്നർ കൊടുക്കുന്നില്ല, കൃത്യമായിട്ട് ഉണ്ടാക്കി കൊടുക്കുന്നില്ല. അവർക്കിപ്പോൾ ഫിനാലെ നടക്കുന്നതിന് മുമ്പായിട്ടുള്ള ടിക്കറ്റ് ഫിനാലയുടെ മത്സരങ്ങൾ നടക്കുകയാണ്. ഒരുപാട് സ്ട്രെയിൻ ഉണ്ട്. എന്നിട്ടാണ് ഇവർ ഭക്ഷണം കൊടുക്കാതിരിക്കുന്നത്. അങ്ങനെ രാവിലെ ഭക്ഷണം വളരെ വൈകിക്കുന്നു, അവർ കൂടുതൽ ഭക്ഷണം തിന്നുന്നു, തോന്നിയ പോലെ അവർ വിളമ്പുന്നു. അവിടെ ഫുള്ളൊരു ഗുണ്ട സെറ്റപ്പായിരുന്നു. അതിനെ തകർത്തെറിഞ്ഞിരിക്കുകയാണ് ഇന്നത്തെ ഒരു നമ്മൾ ലൈവ് കാണുമ്പോഴൊക്കെ ഭയങ്കര സന്തോഷം തോന്നും. കാരണം ഈ പെൺകുട്ടികൾ അവരുടെ അടുത്ത് അടിച്ചടിച്ച് നിൽക്കുന്നുണ്ട്. അക്ബറും ആര്യനൊക്കെ ശരിക്കും പറയുകയാണെങ്കിൽ വെള്ളം കുടിച്ച് പോയിട്ടുണ്ട്. അവരും അവിടെ മിണ്ടാതിരുന്നു. എന്നിട്ട് ചോദിക്കുകയാണേ, എന്താണ് ഇവർ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്, എന്താണ് നമ്മളോട് ഇങ്ങനെ സംസാരിക്കുന്നത്, നമ്മളോട് എന്താണ് നമ്മളിവിടെ ഭയങ്കര ഗുണ്ട ഇത് നടത്തുന്ന പോലെയാണല്ലോ അവർ സംസാരിക്കുന്നത്. ഇത്തരത്തിലൊക്കെയാണ് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ സത്യം പറയുകയാണെങ്കിൽ അവർക്ക് തന്നെ തോന്നിയിട്ടുണ്ട് ഈ പെൺകുട്ടികളുടെ അടുത്ത് അത്ര കളിയൊന്നും നടക്കില്ല എന്നുള്ളത്. ശരിക്കും പറഞ്ഞാൽ നൂറൊക്കെ ഉണ്ടോ കത്തി കയറാണ്. സൂപ്പറായിട്ടുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെടും കേട്ടോ. ഇങ്ങനെ വേണം, കണ്ടസ്റ്റൻസായി ഇങ്ങനെ വേണം. തുടക്കത്തിൽ ഇങ്ങനെ ആയിരുന്നെങ്കിൽ കുറച്ചും കൂടെ ഇവരുടെയൊക്കെ ഗ്രാഫ് ഈ അക്ബറിനേക്കാൾ ആയതിനേക്കാളൊക്കെ ഒരുപാട് ഉയരത്തിൽ പോയേനെ. തുടക്കത്തിൽ ഇങ്ങനെയായിരുന്നു. ഇപ്പോൾ ഈ പകുതിക്ക് വെച്ചിട്ടാണെങ്കിൽ ലാസ്റ്റ് സ്റ്റേജ് വരുമ്പോൾ അവർക്ക് ഒരുപാട് ഇപ്പോൾ ടോക്സിക് ഫാൻസ് ഉണ്ടായിട്ടുണ്ടാവും. ഈ അക്ബറിനായാലും ആര്യനൊക്കെ ആയിട്ട് അങ്ങനെ ടോക്സിക് ഫാൻസ് ഉണ്ടായാൽ പിന്നെ അവരുടെ ഒരു ലക്ഷ്യം എന്ന് പറഞ്ഞാൽ എന്ത് തെറ്റിദ്ധരം കാണിച്ചാലും അവരെ വിജയിപ്പിക്കുക എന്ന് മാത്രമായിരിക്കും. അവിടെയാണ് നൂറൊന്ന് ഡൗൺ ആയി, അല്ലെങ്കിൽ ആദ്യം കുറച്ച് കഴിയുമ്പോൾ ഡൗൺ ആയി. ഇവർ ആ ഒരു ഫുൾ ലെങ്ത്ത് ഈ ഒരു സീസൺ കഴിയുന്നവരെ ഇതേപോലെ നിൽക്കുകയാണെങ്കിലുണ്ടല്ലോ അവർക്ക് ഇഷ്ടം പോലെ ഫാൻസ് ഉണ്ടായേനെ. അനുമോൾക്ക് എത്രയുണ്ടോ അത്ര തന്നെ ഈ രണ്ട് പെൺകുട്ടികൾക്ക് ഉണ്ടായേനെ എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം.